പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ ഇടയ്ക്ക് മരിച്ചു പോയ ഒരു പുണ്യവാളൻ. ആ പുണ്യവാളനെ എവിടെ അടക്കിയെന്ന് നിങ്ങൾക്കറിയാവോ? സ്വന്തം വീട്ടുമുറ്റത്ത് മാർബിളൊക്കെ വിരിച്ച് വിശാലമായ പുൽത്തകിടികളും മനോഹരമായ ഉദ്യാനമൊക്കെ വെച്ച് സ്വന്തം വീട്ടുമുറ്റത്ത് അവിടെ അടക്കി. വിശ്വാസികളൊക്കെ ചത്താൽ എവിടെ കൊണ്ട് അടക്കും? ഏതെങ്കിലും പൊന്തക്കാട്ടിൽ കൊണ്ട് അടക്കും. എവിടെയാന്ന് പോലും രേഖയില്ല. ഇതൊക്കെയാണ് രണ്ട് തട്ടിലുള്ള വിളമ്പ്. ഇത്രയും അനീതിയും ഇത്രയും വൃത്തികേടും ഈ പെന്തക്കോസ്തി നടന്നിട്ടും നട്ടല്ലില്ലാതെ പിന്നെയും അവിടെ നക്കാൻ വേണ്ടി നിൽക്കുന്ന നാണം കെട്ട ക്നാനായക്കാർ. ആരെങ്കിലും ക്നാനായക്കാരെ എത്തിച്ചു കൊടുത്തേക്കണം. ഞാൻ വിളിക്കുന്നതാണ്. നിങ്ങൾക്കൊക്കെ നാണമില്ല അവിടെ നിൽക്കാൻ. കേരളത്തിൽ സുവിശേഷം കൊണ്ടുവന്നത് ഈ ക്നാനായക്കാരാണ്. സുറിയാനി പാരമ്പര്യം, പൗരോഹിത്യം, തക്സാകൾ, ആരാധനാക്രമങ്ങൾ, ഇത് മുഴുവൻ കൊണ്ടുവന്ന കേരളീയ ക്രിസ്തീയ സഭയുടെ ധന്യതയുടെയും ശുഭതയുടെയും മൂലകാരണക്കാരായിട്ടുള്ള ക്നാനായ കമ്മ്യൂണിറ്റിപ്പെട്ടവൻ അവിടെ പോയി പിന്നെ നിൽക്കുക. ഇനി നീ എന്നാ കാണാൻ നിൽക്കുക? നിന്റെ സൂക്കേട് തീർന്നില്ലേ? കണ്ടില്ലേ? നിന്റെയൊക്കെ അപ്പനെ, നിന്റെയൊക്കെ അമ്മയെ, നിന്റെയൊക്കെ ബന്ധുക്കളെ എല്ലാം അവിടെ ഇവിടെ പൊന്തക്കാട്ടി കുഴിച്ചിട്ടിട്ട് കണ്ടോ? പുള്ളി എവിടെയാ വിശ്രമ സ്ഥലം ഒരുക്കിയത്? ഇത് കണ്ടെങ്കിലും മനസ്സിലാക്ക്, ഇത് ചതിയാണ്. വേറെ രണ്ട് പുണ്യാളന്മാരെന്ന് പറയുന്നത് കേട്ടോ, അതൊക്കെ അപ്പൂപ്പന്റെ ഒരു തമാശ. ചുമ്മാ ആവരണം ഊരാൻ പറഞ്ഞു, വിവരമില്ലാത്ത കുറെ പേര് ഊരി. ഇത് ഊരേണ്ട കാര്യമുണ്ടോ? ഇത് നമ്മൾ വേദപുസ്തകപരമാണോ? അല്ലല്ല. ഇത് ഊരിയില്ല, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇത് ഊരണം നമ്മുടെ IPCയുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്തിലുണ്ടോ? ഇല്ല. നമ്മുടെ പിതാക്കന്മാർക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ നമ്മുടെ പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു നമ്മളിങ്ങനെ കുറച്ചാൾ കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പിതൃശൂന്യത കാണിക്കേണ്ടത്. പിന്നെ അവര് പണ്ടേ പിതൃശൂന്യന്മാരല്ലേ? അത് ശരി. നമ്മൾ പിന്നെ പിതാക്കന്മാർ പൂർവികരായിട്ട് നമ്മളെല്ലാം പിതൃശൂന്യന്മാർ. എന്തോ ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്തിലില്ല, ഭരണഘടനയിലില്ല, ഞങ്ങളുടെ അവിടെയില്ല, ഞങ്ങളുടെ ഇവിടെയില്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കൂടെ കൂടിയ കുറെ പെണ്ണുങ്ങളെല്ലാം അങ്ങ് ആഭരണ ഊരി. അയ്യോടാ മനമേ. ഞാൻ ഈ പെന്തക്കോസ്തിലെ നെറികേട് നിങ്ങൾ കാണാൻ വേണ്ടി ഇത് കാണിച്ചത്. ഇത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി. ഇത്ര നെറികെട്ട ഒരു കൂട്ടത്തില് ഇതൊക്കെ ക്രിസ്തീയ സഭയാണെന്നും ഇത് ക്രിസ്ത്യാനിറ്റി ആണെന്നും ഒക്കെ വിചാരിച്ച് തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റി സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങുക. നിങ്ങളുടെ കുടുംബങ്ങളുടെ, നിങ്ങളുടെ പൂർവികരുടെ പാദപതനമേറ്റ ധന്യമായ ആ പള്ളിമുറ്റം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ പോവും. നിങ്ങളെന്ത് ഇങ്ങനെയുള്ള കള്ളന്റെ ഒക്കെ കൂടെ നിൽക്കുന്നേ? ഈ കള്ളത്തരം പറഞ്ഞിട്ട് കേരളത്തിന് പുറത്ത് അങ്ങനെ, കേരളത്തിനകത്ത് ഇങ്ങനെ, ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ നേരം പോലെ തരം പോലെ തന്ത മാറ്റുന്ന ഇവന്മാരുടെ കൂടെ നിൽക്കാതെ അവസരത്തിനൊത്ത് അന്നേരം അങ്ങനെ ഇന്നലെ ഇങ്ങനെ, ഇതൊക്കെയാണോ ഉപദേശം? ഇതൊക്കെയാണോ സഭ? ഇട്ടിട്ട് പോടേ. അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും പെന്തക്കോസ്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുറിയാനിക്കാരോട് ഞാൻ വീണ്ടും ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടവരാണ്. ഞാനുമായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ കൂടുതൽ ചതികൾ വരും ദിവസങ്ങളിൽ വരും. ഞങ്ങൾ റിവീൽ ചെയ്യും. അപ്പം ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി വൈകിപ്പോവും. അപ്പം കൂടുതൽ ജാള്യതയോടെ പെന്തക്കോസ്ത് വിടുന്നതിന് പകരം ഇപ്പോൾ നിങ്ങൾ മാന്യമായി മൊഴി ചൊല്ലുക. ഇവന്മാരെ ഉപേക്ഷിക്കുക. ഇവന്മാര് കള്ളന്മാരാണ്. ഇവര് നിങ്ങളെ എങ്ങും എത്തിക്കാര. ഇപ്പൊ തന്നെ രണ്ടുപേരുടെ ചിരിക്കുന്നുണ്ടല്ലേ? ഇവരാണ് ഏറ്റവും വലിയ രണ്ട് പാസ്റ്റർമാർ. ഇതിനേക്കാൾ വലിയ പാസ്റ്റേഴ്സ് ഇല്ല. ഏറ്റവും വലിയ രണ്ട് പാസ്റ്റേഴ്സ് തന്നെ ഇങ്ങനെയാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഗതി മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഇതിപ്പം ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ രണ്ടുപേരിപ്പം സുറിയാനി സഭയുടെ ഒരാള് വെച്ച് കഴിഞ്ഞാൽ പാത്രികീസ് ബാബായും കാതോലിക്ക ബാബായുമാണ് ഈ നിൽക്കുന്നത്. മനസ്സിലായോ? അത്രയും പൊസിഷനാണ് പെന്തക്കോസ്തിൽ ഇവർക്ക് രണ്ടുപേർക്കുള്ളത്. അവർ രണ്ടുപേരാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഗതി അതാണ്, അധോഗതിയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ്.